ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC ഞാൻ ഇതെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് മലയാളമാണ് എന്നല്ലേ. മലയാളം, കാരണം മലയാളം മാത്രം എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ മലയാളം നമ്മൾ ആദ്യം കംപ്ലീറ്റ് തീർക്കും. സെക്രട്ടേറിയറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 വരുന്നതിന്റെ ഉള്ളിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സത്യം തന്നെയാണോ എന്ന് ആദ്യം ഞാൻ നിങ്ങളോട് പറയാണ് അല്ലേ. ഏതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കട്ടെ, നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പദശുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് വളരെ വൃത്തിക്കെടുത്ത് ഒരുപാട് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ സമാന പദമൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ പര്യായ പദങ്ങൾ ഇതൊക്കെ പ്ലേലിസ്റ്റിൽ പ്രത്യേകം ഫോൾഡർ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒറ്റപ്പദം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സ്ത്രീലിംഗം അതുപോലെ തന്നെ പുല്ലിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ വചനം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്? വിപരീത പദമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 6 ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. 7ാമത്തെ ടോപ്പിക്കിൽ ഒരു ക്ലാസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇതന്നെ നിങ്ങൾ പഠിച്ച് പോവാണെങ്കിൽ ആ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത്രയും ഭാഗം നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിന്റെയൊക്കെ എന്താ പറയാ എക്സാമുകൾ ഇതിനകത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രമാണ് എക്സാം ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നെക്സ്റ്റ് തുടങ്ങാൻ പോവാണ്. 30 എണ്ണം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിപരീത പദങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? വിപരീത പദങ്ങൾ. ഓക്കെ, വിപരീത പദങ്ങൾ നമ്മൾ 30 എണ്ണം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൃഷ്ടാവ്. 31ാമത്തെ വാക്കാണ് ദൃഷ്ടാവിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു നോക്ക. എന്താണ് ദൃഷ്ടാവിന്റെ ഓപ്പോസിറ്റ്? ശ്രോതാവ് എന്നാണ് കേട്ടോ. ദൃഷ്ടാവിന്റെ ഓപ്പോസിറ്റ് ശ്രോതാവ്. ഓക്കെ, നെക്സ്റ്റ് സത്പ്രവൃത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു നോക്കണം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സത്പ്രവൃത്തിയുടെ ഓപ്പോസിറ്റ് വരുന്നത്? ദുഷ്പ്രവൃത്തി എന്നാണ് വരുന്നത്. ഓക്കെ, ദുഷ്പ്രവൃത്തി. 33ാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ദൃഢം. തെറ്റിപ്പോയല്ല എഴുതിയത്. ദൃഢം അതിന്റെ ഓപ്പോസിറ്റ് എന്താ പറഞ്ഞു നോക്ക. ദൃഢത്തിന്റെ ഓപ്പോസിറ്റ് ശിഥിലം എന്നാണ്. ദൃഢത്തിന്റെ ഓപ്പോസിറ്റ് ശിഥിലമാണ്. ദൃഢത്തിന്റെ ഓപ്പോസിറ്റ് ശിഥിലം. നെക്സ്റ്റ് സ്വകീയം അതിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്വകീയം. അതിന്റെ ഓപ്പോസിറ്റ് പരകീയമാണ്. സ്വകീയത്തിന്റെ ഓപ്പോസിറ്റ് പരകീയമാണ്. ഓക്കെ, അപ്പൊ സ്വകീയം, പരകീയം. നെക്സ്റ്റ് വൃദ്ധന്റെ ഓപ്പോസിറ്റ് എന്താണ്? യുവാവ് അല്ലെ. വൃദ്ധൻ എപ്പോഴും യുവാവാണ് ഓപ്പോസിറ്റ് വരിക. നെക്സ്റ്റ് കയ്പിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? കയ്പിന്റെ ഓപ്പോസിറ്റ് പറയാ അല്ലെ, മധുരമാണ് കയ്പിന്റെ ഓപ്പോസിറ്റ്. നെക്സ്റ്റ് 37ാമത്തെ വേർഡ് ഔചിത്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താടോ? അനൗചിത്യം എന്നതാണ് ഔചിത്യത്തിന്റെ ഓപ്പോസിറ്റ്, അനൗചിത്യം. അപ്പൊ നോക്കുകയാണെങ്കിൽ ദൃഷ്ടാവ് ഓപ്പോസിറ്റ് എന്താണ്? ശ്രോതാവ്. സത്പ്രവൃത്തി എന്താ ഓപ്പോസിറ്റ് വരുന്നത്? ദുഷ്പ്രവൃത്തി. ദൃഢം ശിഥിലം. സ്വകീയം ഓപ്പോസിറ്റ് പരകീയം. വൃദ്ധൻ യുവാവ്. കയ്പ് മധുരം. ഔചിത്യം അനൗചിത്യം. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? ഔചിത്യം അനൗചിത്യം അല്ലെ. ഔചിത്യം അനൗചിത്യം. ദൃഢം എന്താണ്? ശിഥിലം. സ്വകീയം പരകീയം. യുവാവിന്റെ വൃദ്ധൻ. കയ്പ് മധുരം. ഓക്കെ, 38ാമത്തേലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. എന്താണ്? വിരക്തിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വിരക്തിയുടെ ഓപ്പോസിറ്റ് ആസക്തി എന്നാണ് കേട്ടാ. ആസക്തി. വിരക്തിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ആസക്തി. ഏകത്വത്തിന്റെ ഓപ്പോസിറ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഏകത്വം എന്താണ്? ജ്ഞാനാത്വം. ഓക്കെ, ഏകത്വത്തിന്റെ ഓപ്പോസിറ്റ് ഏകത്വം. അതിന്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? ജ്ഞാനാത്വം. ക്ലിയർ. നെക്സ്റ്റ് കടിഞ്ഞൂൽ. അതറിയണ്ടോ? എല്ലാവർക്കും അറിയില്ല.
കടിഞ്ഞൂൽ, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കടശി. അപ്പൊ കടിഞ്ഞൂൽ എന്താ ഓപ്പോസിറ്റ് വരുന്നത്? കടിഞ്ഞൂലിന്റെ ഓപ്പോസിറ്റ് കടശിയാണ്, കടശി. നെക്സ്റ്റ് സുഗന്ധം, സുഗന്ധം. അതൊക്കെ കിട്ടുണ്ടാവും അല്ലെ? സുഗന്ധത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ദുർഗന്ധം. ഓക്കെ, സുഗന്ധം, ദുർഗന്ധം, സുഗന്ധം, ദുർഗന്ധം. നെക്സ്റ്റ് ആസ്തികൻ, ആസ്തികൻ എന്താ വരുന്നത്? ആസ്തികൻ. അതിന്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? ആസ്തികന്റെ ഓപ്പോസിറ്റ് നാസ്തികനാണ് കേട്ടോ. ആസ്തികൻ നാസ്തികനാണ്. ഓക്കെ, നെക്സ്റ്റ് ഖണ്ഡനം, ഖണ്ഡനം. ഓപ്പോസിറ്റ് എന്താ വരുന്നത്? മണ്ഡനമാണ്. ഖണ്ഡനത്തിന്റെ ഓപ്പോസിറ്റ് മണ്ഡനമാണ്. നെക്സ്റ്റ് വിഫലം, വിഫലം എന്താ വരുന്നത്? വിഫലം സഫലമാണ്. വിഫലത്തിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? സഫലം. എന്താ? സഫലം. ഓക്കെ, 45. ഒളിവ്, ഒളിവ് എന്താ ഓപ്പോസിറ്റ് വരുന്നത്? ഒളിവിന്റെ ഓപ്പോസിറ്റ് തെളിവ്. ഒളിവിന്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? തെളിവ്. ക്ലിയർ. അടുത്തത് 46-ാമത്തേലേക്ക് പോവാണ്. ഒളിവ് തെളിവ് കഴിഞ്ഞു. ആഘാതം. നോക്കൂ, ആഘാതം. ആഘാതത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രത്യാഘാതം. ആഘാതത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രത്യാഘാതം. ക്ലിയർ. ഹിംസ, ഹിംസ. ഓപ്പോസിറ്റ് എന്താ വരുന്നത്? അഹിംസയാണ് കേട്ടോ. ഹിംസയുടെ ഓപ്പോസിറ്റ് അഹിംസയാണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് 48-ാമത്തേലേക്ക് പോവാണ്. നന്മ. നന്മയുടെ ഓപ്പോസിറ്റ് എന്താണ്? നന്മയുടെ ഓപ്പോസിറ്റ് തിന്മയാണ്. 49 എന്താ വരുന്നത്? പ്രവൃത്തി. പ്രവൃത്തിയുടെ ഓപ്പോസിറ്റ് എന്താണ്? പ്രവൃത്തി. പ്രവൃത്തിയുടെ ഓപ്പോസിറ്റ് നിവൃത്തി. ഓക്കെ, പ്രവൃത്തി ഓപ്പോസിറ്റ് നിവൃത്തി. നെക്സ്റ്റ് കൃതജ്ഞത, കൃതജ്ഞത. കൃതജ്ഞതയുടെ ഓപ്പോസിറ്റ് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കൃതജ്ഞത. ഓക്കെ, കൃതജ്ഞത, കൃതജ്ഞതയാണ് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ നോക്കുക. വിരക്തി എന്താണ് ഓപ്പോസിറ്റ്? ആസക്തി. ഏകത്വം, നാനാത്വം. കടിഞ്ഞൂൽ, കടശി. സുഗന്ധം, ദുർഗന്ധം. ആസ്തികൻ, നാസ്തികൻ. ഖണ്ഡനം, മണ്ഡനം. വിഫലം, സഫലം. ഒളിവ്, തെളിവ്. ആഘാതം, പ്രത്യാഘാതം. ഹിംസ, അഹിംസ. നന്മ, തിന്മ. പ്രവൃത്തി, നിവൃത്തി. കൃതജ്ഞത, കൃതജ്ഞത. അപ്പൊ നമ്മളിന്ന് 50 വേർഡിലാണ്, 50 വേർഡിലെത്തി. അതായത് 20 എണ്ണാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. ഇത്രയും മതി, പഠിച്ചു പോവുക. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ ചെയ്തിട്ട് ഇപ്പൊ തന്നെ നോക്കൂ, മലയാളത്തിൽ നമ്മൾ ഒരുപാട് ബഹുദൂരം പിന്നിട്ടിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാല്ലേ. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനിന്റെ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഫോൾഡറും നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അഥവാ ഡിഗ്രി പ്രിലിംസിന്റെ ആ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓരോ ഫോൾഡറിനും നെയിം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കേരള ഹിസ്റ്ററി ആണെങ്കിലും സിവിക്സ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഒക്കെ അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.